നമസ്കാരം. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഒരിക്കൽ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയോട് ഒരു തത്വചിന്തകൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ തത്വചിന്തകൻ അലക്സാണ്ടർ ചക്രവർത്തിയോട് ഇങ്ങനെ ചോദിക്കുകയാണ്, അങ്ങയുടെ അടുത്ത പദ്ധതികൾ എന്താണ്? അപ്പോൾ ഈ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞ മറുപടി, ഇനി എനിക്ക് റോം കീഴടക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, എനിക്ക് റോം കീഴടക്കി കഴിഞ്ഞാൽ പിന്നെ കാർത്തേജ്, ഗ്രീസ്, സിസിലി, ഇതെല്ലാം കഴിയുമ്പോൾ ആഫ്രിക്ക, അങ്ങനെ ലോകം മുഴുവൻ കീഴടക്കണം. അതെല്ലാം കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് തത്വചിന്തകൻ ചോദിച്ചു. അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞ മറുപടി ഇതാണ്, എല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ജീവിതം ആസ്വദിക്കാൻ, എനിക്കൊന്ന് സ്വസ്ഥമാകാൻ. ഇതെല്ലാം, ഈ രാജ്യങ്ങളെല്ലാം ഞാൻ വേഗം ഇത് കീഴടക്കും. അത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ജീവിതം ആസ്വദിക്കാനെന്ന്. അപ്പോൾ തത്വചിന്തകൻ ചോദിച്ചു, ഇത്രയും കഴിഞ്ഞിട്ട് വേണോ ഇപ്പോൾ തന്നെ അങ്ങേക്ക് സ്വസ്ഥമായിരുന്ന് ജീവിതം ആസ്വദിച്ചു കൂടെ എന്ന്? എന്നാൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, വെട്ടിപ്പിടിച്ചതെല്ലാം പൂർത്തിയാകാതെ ചരിത്രത്തിൽ ലയിച്ചു ചേർന്ന് ഇതെല്ലാം ഉപേക്ഷിച്ച് ഈ ലോകം വിട്ട് കടന്നു പോകേണ്ടി വന്ന അവസ്ഥയാണ് അലക്സാണ്ടർ. മരിക്കാൻ നേരം അണികളോട് പറഞ്ഞു, എൻ്റെ 2 കൈയും ശവമഞ്ചത്തിന് പുറത്തേക്ക് ഇട്ടേക്കുക. അപ്പോൾ അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചപ്പോൾ, ഈ ശവത്തിൻ്റെ 2 കൈയും പുറത്തേക്ക്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അലക്സാണ്ടർ എന്നല്ലല്ലോ, ശവം എന്നല്ലേ പറയുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ കീഴടക്കി, പക്ഷെ ഒന്നും കൊണ്ടുപോകാതെ കടന്നു പോവുകയാണ്. ക്രിസ്തുമസും ന്യൂ ഇയറുമെല്ലാം ഇതാ ക്രിസ്തുമസിലൂടെ 2025 ന്യൂ ഇയറിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ, 2024 പിൻവാങ്ങി കടന്നു പോകുമ്പോൾ ഇപ്പോഴും പലതും വെട്ടിപ്പിടിക്കാനും പലതും സ്വന്തമാക്കാനും പലതും പിടിച്ചു വെക്കാനുമുള്ള ഒരു വ്യഗ്രതയിലാണോ നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? ജോലി കിട്ടിയാൽ, വീട് വെച്ചാൽ, കാറ് മേടിച്ചാൽ, വീട് പുതുക്കി പണിതാൽ, സ്ഥലം വിറ്റാൽ, ഡിപ്പോസിറ്റ് വർദ്ധിപ്പിച്ചാൽ, മുകളിൽ ഒരു നിലയും കൂടെ പണിതാൽ, കുറേയും കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ അതിലൂടെ സമാധാനം കണ്ടെത്താൻ സാധിക്കും, അല്ലെങ്കിൽ ജീവിതം ആസ്വദിക്കാൻ സാധിക്കും എന്ന് കരുതുന്നവരാണ് നമ്മളെങ്കിൽ നമുക്ക് തെറ്റി. ഓരോ ദിവസവും പത്രത്തിൻ്റെ ചരമകോളം എടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതാ അവരാരും ഇന്നല്ലെങ്കിൽ നാളെ കടന്നു പോകുമെന്ന് വിചാരിച്ചവരല്ല. പെട്ടെന്നുള്ളൊരു വേദനയാകാം, ഒരു രോഗമാകാം, ഒരു അപകടമാകാം, ഒരു അത്യാഹിതമാകാം, ഇതാ ഈ വിളിക്ക് പിന്നിൽ. ഒരിക്കലൊരു മനുഷ്യൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചരമകോളത്തിൽ പെട്ടെന്ന് അയാളുടെ സ്വന്തം പടം കണ്ടിട്ട് ആദ്യമൊന്ന് സ്റ്റക്കായിപ്പോയി. അപ്പോൾ ആരോ ശത്രുക്കൾ അദ്ദേഹത്തോടുള്ള ഒരു പ്രതികാര ചിന്ത എന്നോണം ഈ മനുഷ്യൻ മരിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പത്രത്തിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, എന്താണ് പറഞ്ഞിരുന്നത്? ഡൈനാമിറ്റ് വീരൻ അന്തരിച്ചു എന്നാണ്. കക്ഷി വേറെ ആരുമായിരുന്നില്ല, ഡൈനാമിറ്റ് ഉൾപ്പെടെ മനുഷ്യോപകാരപ്രദമായ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന പല കണ്ടുപിടുത്തങ്ങളിലും വഴിയൊരുക്കിയ ആൽഫ്രഡ് എന്ന് പറഞ്ഞ ആ മനുഷ്യനായിരുന്നു. അയാൾ മരിക്കാതെ തന്നെ അയാൾ മരിച്ചെന്ന് പറഞ്ഞ് ശത്രുക്കൾ അയാളുടെ പടം പത്രത്തിൽ കൊടുത്തു. ഡൈനാമിറ്റ് വീരൻ അന്തരിച്ചു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, താൻ കണ്ടുപിടിച്ച ഈ കണ്ടുപിടുത്തം കൊണ്ട് ലോകത്തിന് ഒത്തിരി ഉപകാരവുമുണ്ട്, ഉപദ്രവവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആർക്കുമെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനോ പ്രതികാരം ചെയ്യാനോ ഒന്നും പോയില്ല. തനിക്കെതിരെ ചരമക്കോളത്തിൽ പത്രം ഇത് കൊടുത്തതിന്, തെറ്റായി പരസ്യം കൊടുത്തതിന് അദ്ദേഹം ചിന്തിച്ചു, ഇനി മുതലെങ്കിലും എൻ്റെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതാക്കണം, മനുഷ്യോപകാരപ്രദമാക്കണം. അപ്പോൾ ഞാൻ മരിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് എന്നെക്കുറിച്ച് പറയാനായിട്ട് പോകുന്നത്. കാരണം ഡൈനാമിറ്റ് വീരൻ അന്തരിച്ചു. ഒരുപാട് പേരുടെ മരണത്തിനും അപകടത്തിനും വിനാശത്തിനും ഒക്കെ കാരണമായ ഡൈനാമിറ്റിൻ്റെ കണ്ടുപിടുത്തം. അതുകൊണ്ട് ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങളുമുണ്ട്. പക്ഷേ മനുഷ്യരത് ഉപയോഗം ചെയ്തു. പാറമടകളൊക്കെ പൊട്ടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്
അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഒരു വഴിത്തിരിവായി. ഈ ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. ഈ 2024 നമ്മളെ പിൻവാങ്ങുമ്പോൾ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഇപ്പോഴും പണത്തിനും പേരിനും പ്രശസ്തിക്കും വേണ്ടി ഇല്ലാക്കഥകൾ ഉണ്ടാക്കുകയും പരക്കം പായുകയും മറ്റുള്ളവരെ അടിച്ചമർത്തുകയും കടങ്ങൾ മേടിച്ചു കൂട്ടുകയും കൂടെ ജീവിക്കുന്നവരെ പോലും ഒരു പരിഗണിക്കാൻ പോലും സാധിക്കാതെ, ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ, ഒന്ന് സ്നേഹിക്കാൻ സാധിക്കാതെ, ജീവിതം ഒന്ന് ആസ്വദിക്കാൻ സാധിക്കാതെ, ഒന്ന് ചേർത്ത് നിർത്താൻ പറ്റാതെ ഉള്ള ഒരു അവസ്ഥയാണോ? എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ശരിയായിട്ട് എല്ലാം ശരിയാകുമെന്ന് വിചാരിച്ചുള്ള ഒരു പരക്കം പാച്ചിലിലാണോ? അങ്ങനെയാണെങ്കിൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവിതത്തിൽ നമ്മൾ കേട്ട കഥ പോലെ ആയിപ്പോകരുത്. അതുകൊണ്ട് ഈ ക്രിസ്തുമസ് കടന്നു പോകുമ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, 1000 പുൽക്കൂടുകളിൽ ഉണ്ണി പറന്നാലും എൻ്റെ ഹൃദയത്തിൽ ഉണ്ണി പറക്കുന്നില്ലെങ്കിൽ അതെല്ലാം വ്യർത്ഥമാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം ജീവിച്ചു പോകുമ്പോൾ ഏതാണ്ടൊരു ജീവിതം ജീവിച്ച് വരിഞ്ഞു മുറുകി ടെൻഷൻ അടിച്ച് പണത്തിന് പിന്നാലെ പരക്കം പാഞ്ഞ് ഈ ആയുസ് നഷ്ടപ്പെടുത്തി കളയാതെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു പുഞ്ചിരിയുടെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ വാക്കുകൾ, വേദനിക്കുന്ന മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ഞാൻ കരുണയോടെ പുഞ്ചിരിക്കും. അങ്ങനെ പുഞ്ചിരിയുടെ ദീപശിഖ ഉയർത്തിപ്പിടിക്കാൻ ദേവദാസൻ തിയോഫിനച്ചൻ പുഞ്ചിരിയുടെ ദീപശിഖ ഉയർത്തിപ്പിടിച്ച കർമ്മയോഗിയാണ്. അങ്ങനെ എത്ര പേർ, വിശുദ്ധ ജാവറക്കുര്യക്കൊസ്സച്ചനും വിശുദ്ധ അൽഫോൻസാമ്മയും അവരെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് ഈ പ്രസന്നതയാണ്, ഈ പുഞ്ചിരിക്കുന്ന മുഖമാണ്. അതുകൊണ്ട് പുതുവർഷത്തിലേക്ക് ഒരുങ്ങുമ്പോഴും ഈ വർഷം നമ്മളിൽ നിന്ന് കടന്നു പോകുമ്പോഴും ഒരു ക്രിസ്മസ് കൂടെ നമ്മളെ ചേർത്ത് പിടിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ പരിവർത്തനം വരുത്തി വ്യഗ്രതയും അസ്വസ്ഥതയും പിരിമുറുക്കവും എല്ലാം മാറ്റിക്കൊണ്ട് മറ്റുള്ളവരുടെ കുറവുകൾ ക്ഷമിച്ച് കരുണ കാണിച്ചുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് അവരെ ചേർത്ത് നിർത്താനുള്ള ഒരനുഗ്രഹത്തിന് വേണ്ടി, ഒരു പുതുക്കപ്പണിയലിനു വേണ്ടി യെശയ്യാപ്രവചനം 43:18 പറയുന്നുണ്ട്, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കേണ്ട, പുതിയ കാര്യങ്ങൾ സംഭവിക്കും. പുതുവർഷത്തിൽ പ്രതീക്ഷകൾ കൈവിടാതെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ പോലെ തന്നെ പ്രത്യാശയുള്ളവരായിരിക്കുവാൻ, പ്രത്യാശയോടെ സഭയുടെ ഈ ജൂബിലി വർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ 2025 കടന്നു വരുമ്പോൾ പ്രത്യാശയുടെ വാതിൽ നമുക്ക് വേണ്ടി തുറക്കപ്പെടുമ്പോൾ പ്രത്യാശ നഷ്ടപ്പെടാതെ ഇത് മാറാൻ പോകുന്നില്ല, ഇത് ശരിയാകാൻ പോകുന്നില്ല, അവർ ശരിയാകാൻ പോകുന്നില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇത്രയും പ്രാർത്ഥിച്ചതല്ലേ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എവിടെ പോകണമെന്ന് അറിയില്ല, ദൈവത്തിന് പോലും വേണ്ട, അങ്ങനെ ഒരു നെഗറ്റീവ് വാക്ക് പോലും പറയാതെ റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്ന് സകലവും നന്മക്കായിട്ട് പരിണമിപ്പിക്കും. അങ്ങനൊരു ബോധ്യം കത്തി നിൽക്കുന്ന ദിവ്യ തേജസ്സിലേക്ക് വഴിയൊരുക്കുന്ന ആ നക്ഷത്രം പോലെ, ആ വാൽനക്ഷത്രം പോലെ പുൽക്കൂട് ദിവ്യരക്ഷകൻ്റെ പ്രഭയാൽ നിറഞ്ഞ് ലോകം മുഴുവൻ അതിലേക്ക് ആകർഷിക്കപ്പെട്ടതുപോലെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഭവനത്തിൽ ക്രിസ്തു പിറക്കട്ടെ. ലോകത്തിലെ ആദ്യത്തെ പുൽക്കൂട് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ് ഒരുക്കിയതെന്നാണ് പറയപ്പെടുന്നത്. ഒറിജിനലായിട്ടുള്ള മൃഗങ്ങളെ, ആട്, മാനൊട്ടകം എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാറ്റിനെയും ഒരുക്കി. അന്ന് ആ പാതിരാ കുർബാനയിൽ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരെല്ലാം ഒരു നിമിഷം നിർനിമേഷരായി നിന്നുപോയി. കാരണം ഫ്രാൻസിസിൻ്റെ വിശുദ്ധൻ്റെ കരങ്ങളിലിരുന്ന് ഒരു നിമിഷം ഉണ്ണി ചലിക്കുന്നതായിട്ട്, പുഞ്ചിരിക്കുന്നതായിട്ട് അവർക്കെല്ലാം കാണപ്പെട്ടു എന്ന്. അതുകൊണ്ട് നമ്മൾ എത്ര പുൽക്കൂടുകൾ ഒരുക്കുന്നു, ആവശ്യത്തിലധികം നക്ഷത്രങ്ങൾ തൂക്കുന്നു, നക്ഷത്ര ലൈറ്റുകൾ ഒരുക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ ഒരു യഥാർത്ഥമായ ക്രിസ്തുമസിൻ്റെ സന്തോഷം, ഒരു പുതുവത്സരത്തിൻ്റെ സന്തോഷം, പ്രസരിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? യെശയ്യാപ്രവചനം 40:29-30 വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മെസ്സേജ് കേൾക്കുന്ന ഓരോരുത്തരും ഹാപ്പി ക്രിസ്തുമസ് അവർക്ക് നൽകുന്നതോടൊപ്പം, ഹാപ്പി ന്യൂ ഇയറിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, എനിക്ക് തരാനുള്ളത് ഇത് തന്നെയാണ്. തകർന്ന് മണ്ണടിഞ്ഞ് നശിച്ച് നിരാശയിലേക്ക് കൂപ്പൂത്തേണ്ട ഒരു ജീവിതമല്ല പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ ദൈവദാസ, ദൈവദാസി.
ഇതാ ഇനിയും നിങ്ങളെ എന്നെ ഉയർത്താൻ ദൈവത്തിന് സാധിക്കും. ഈ ലോകത്തിലെ സമ്പത്തിലെ കയറ്റിറക്കങ്ങളുണ്ടാകാം. തൊഴിൽ നഷ്ടങ്ങളോ, കഷ്ടങ്ങളോ, കടബാധ്യതകളോ, ദാരിദ്ര്യങ്ങളോ, രോഗങ്ങളോ, ചികിത്സിച്ചു മടുത്ത അവസ്ഥകളോ ഉണ്ടാകാം. പക്ഷേ അതെല്ലാം നിത്യജീവൻ നഷ്ടമാകുന്നതിൻ്റെ അടയാളങ്ങളെയല്ല. ജോബ് 1:10 അവിടുന്ന് നിനക്കും നിൻ്റെ ഭവനത്തിനും ജീവനും സ്വത്തിനും സമ്പത്തിനും ചുറ്റും വേലികെട്ടി സംരക്ഷിക്കുന്നു. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന വിഷമിക്കുന്ന ഈ അവസ്ഥയിലും നിൻ്റെ ജീവനും സ്വത്തിനും സമ്പത്തിനും എൻ്റെയും നിങ്ങളുടെയും ജീവനും സ്വത്തിനും സമ്പത്തിനും ചുറ്റും മാലാഖമാരെ അണിനിരത്തി ഈ ദൈവം സംരക്ഷണം നൽകുന്നുണ്ട്. അഗസ്റ്റിൻ്റെ വാക്കുകൾ ഓർക്കുകയാണ്. സർവശക്തനായ ദൈവം ഒരു നിമിഷം ഒന്ന് വഴിമാറിക്കൊടുത്താൽ മതി, നിത്യശത്രുവായ പിശാച് എന്നേക്കുമായി നമ്മളെ തകർത്ത് കളഞ്ഞേനെ എന്ന്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിലനിൽക്കുന്നെങ്കിൽ തന്നെ ഇതാ ശത്രുക്കൾ ആഞ്ഞടിക്കുമ്പോഴും നമ്മുടെ നാശത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോഴും ഇനി രക്ഷയില്ല എന്ന് പറയുമ്പോഴും അവൻ തലപൊക്കത്തില്ല എന്ന് പറയുമ്പോഴും നമ്മളെ വെല്ലുവിളിക്കുമ്പോഴും നമ്മളെ ഉപദ്രവിക്കാൻ ഒരുങ്ങിയപ്പോഴും ഗൂഢാലോചനകളിലൂടെ തകർക്കാൻ പല പദ്ധതികളും മെനഞ്ഞപ്പോഴും ജെറമ്യാ 29:11 എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഈ പുതുവർഷത്തിൽ, ഈ ക്രിസ്മസിൽ ദൈവം എന്നോട് നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതാണ്. ജെറമ്യാ 29:11 എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. യോഹന്നാൻ 14:1 നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. എൻ്റെ പ്രിയ കുഞ്ഞെ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇപ്പോഴുള്ള അവസ്ഥകളെല്ലാം മാറിപ്പോകും. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ സങ്കടങ്ങൾ, ഈ വിഷമങ്ങൾ അത് താൽക്കാലികമാണ്. ഇതാ കാർമേഘം പെയ്തൊഴിഞ്ഞ് മഴക്കാർ പെയ്തൊഴിഞ്ഞ് മഴയായി പോകുന്നത് പോലെ, സൂര്യപ്രകാശമേൽക്കുമ്പോൾ മഞ്ഞുരുകി പോകുന്നത് പോലെ ഈ സങ്കടങ്ങൾ, ഈ വിഷമങ്ങൾ, ഈ ആവലാതികളെല്ലാം അതെല്ലാം കാലഹരണപ്പെട്ടു പോകും. പുത്തൻ ചൈതന്യം. എസെക്കിയേൽ 36:25-26 നിങ്ങളിന്ന് ഞാൻ ശിലാഹൃദയം എടുത്തു മാറ്റും, മാംസഹൃദയം വെച്ച് പിടിപ്പിക്കും, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ പ്രവേശിപ്പിക്കും, എൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് നൽകും, ഞാൻ നിങ്ങളുടെ മേൽ പുത്തൻ അഭിഷേകം, പുതുജലം തളിക്കും. പരിശുദ്ധാത്മാവിനാലും ദൈവത്തിൻ്റെ ശക്തിയാലും ഇപ്പോൾ എന്നെ നിറക്കണമേ, എന്നെ ഉറകൂട്ടണമേ എന്ന് പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് 10-35 വർഷമായി മുഴുവൻ ശുശ്രൂഷയിലേക്ക് വന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ വീട്ടിൽ പശു വളർത്തുണ്ടായിരുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ പശുവിൻ്റെ പാല് ബാക്കി വന്നു കഴിയുമ്പോൾ ഒഴിക്കാനായിട്ട്, അത് തൈര് ഉണ്ടാക്കാനായിട്ട് അമ്മ പറയും, ഭദ്ര ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ഒഴിക്കാൻ വേണ്ടി ഇച്ചിരി തൈര് തരാൻ വേണ്ടി പറയാൻ പറയും. നമുക്കതൊന്നും മനസ്സിലാകത്തില്ല, ചോദ്യങ്ങളും ചോദിച്ച് ഇങ്ങനെ നിൽക്കും. പക്ഷെ അമ്മ കാണിച്ചു തരും. അവിടെ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന ആ തൈര് ഈ അമ്മ കാച്ചി ഒരുക്കി വെച്ച് തണുപ്പിച്ചെടുത്ത പാലിലേക്ക് ഈ ഒഴിച്ച് കഴിയുമ്പോൾ, അത് അടച്ച് കെട്ടി വെച്ച് കഴിയുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ നല്ല കട്ടത്തൈരായിട്ട് മാറും. അത് കടഞ്ഞെടുത്ത് വെണ്ണയും ഇതാ മോരുമെല്ലാം ആക്കി മാറ്റും. അതുകൊണ്ട് ഈ വർഷം, ഈ ക്രിസ്മസിന് ദൈവം എന്നെ നിങ്ങളെയും കൂട്ടും. വിലയില്ലാത്തതാക്കി ബാക്കി വന്നത് ഒഴിച്ചു കളയുന്ന ഒരു ദൈവമല്ല. മനുഷ്യരായ നമുക്ക് ഇത്രയും ബുദ്ധിയും ഓർമ്മയും അനുഗ്രഹം എന്നെയും നിങ്ങളെയും കൂട്ടുന്ന, പുതുക്കിയെടുക്കുന്ന, വീണ്ടും പുതിയ രീതിയിൽ പുതിയ വഴികൾ തുറന്നു തന്ന് ഉപയോഗിക്കുന്ന ഒരു ദൈവം. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. കർത്താവെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും, ഓരോ കുടുംബവും പുത്തൻ പ്രതീക്ഷകൾ ഇവരുടെ ഹൃദയത്തിൽ എൻ്റെ ഉണ്ണിയേശുവെ മുളയെടുക്കട്ടെ. അവരുടെ ജീവിതത്തിലെ ആ മുൾപ്പടർപ്പ് അനുഭവങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശക്തിക്ക്, മോശ കണ്ട മുൾപ്പടർപ്പ് പോലെ ഇതാ ആ മുൾപ്പടർപ്പിൽ ദൈവം മോശയോട് സംസാരിച്ചു. ഞങ്ങളുടെ സഹനങ്ങളുടെ മധ്യേ നിരാശപ്പെട്ട് പ്രത്യാശ നഷ്ടപ്പെട്ടവരെ പോലെ ജീവിക്കാതെ അതിനുള്ളിലിരുന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം, ആ തേജസ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ദൈവമേ, ഈ പുതുവർഷം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹം ഈ മക്കളിലേക്ക് നിറയട്ടെ. ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് എൻ്റെ ഉണ്ണിയേശുവെ ഈ കുടുംബങ്ങളെ ഏറ്റെടുക്കണമേ. ഉണ്ണിയേശുവിൻ്റെ ആ വിശുദ്ധിയും നിഷ്കളങ്കതയും ആ സ്നേഹവും കരുണയും ഇതാ പുൽക്കൂട്ടിൽ കൈകാലുകളിട്ട് അടിക്കുന്ന, പുഞ്ചിരിക്കുന്ന ആ ഉണ്ണിയേശുവിൻ്റെ മുഖം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ തെളിയട്ടെ. നിന്നെക്കൊണ്ട് ആവശ്യമില്ല എന്ന് ആരോടും പറയാതിരിക്കാൻ, പരസ്പരം ക്ഷമിക്കാൻ, കരുണ കാണിക്കുവാൻ ഉണ്ണീശോ എന്നെയും നിങ്ങളെയും വിളിക്കുന്നു. എല്ലാവിധ പുതുവർഷത്തിൻ്റെയും ക്രിസ്തുമസിൻ്റെയും എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും
എല്ലാവർക്കും ഉണ്ടാകട്ടെ. യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, അനുഗ്രഹം നദി പോലെ ഒഴുകട്ടെ. പരിശുദ്ധാമ്മയുടെ വിമലഹൃദയം വഴി എല്ലാ പ്രാർത്ഥനകളും അങ്ങേ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഫലപ്രദമെങ്കിൽ, അനുഗ്രഹപ്രദമെങ്കിൽ, ഇതറിയാത്ത കിട്ടാത്ത അനേകരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് ഈ സുവിശേഷ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ, സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ സുവിശേഷ ശുശ്രൂഷകളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇതാ ദൈവരാജ്യത്തിൻ്റെ പ്രേക്ഷിതരും ശുശ്രൂഷകരുമായി ഉയരുവാൻ ദൈവം അനുഗ്രഹം തരട്ടെ. പുതുവർഷത്തിൽ പുത്തൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തീരുമാനമെടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഷെയർ, സബ്സ്ക്രൈബ്, കമൻസ്, ലൈക്ക്, കമൻസിലൂടെ നിങ്ങളുടെ പ്രാർത്ഥനകളും നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും അയക്കാവുന്നതാണ്. അങ്ങനെ ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം. ഓർക്കുമ്പോഴൊക്കെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. അതുമാത്രമേ തരാനുള്ളൂ. അങ്ങനെ പ്രാർത്ഥനയിലൂടെ നമുക്ക് പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.